ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊച്ചു കാന്താരി വിത്ത് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ കൊട്ടിയൂർ യാത്രയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വൈകുന്നേരം ഒരു 4 മണിയോടെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ വിചാരം 7 മണി അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ കൊട്ടിയൂർ എത്തുകയെന്നായിരിക്കും. പിന്നെ നമ്മളെ കൂടി ഇന്ന് ഗംഗ, എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മോളുണ്ടായിരുന്നു. ഗംഗ എന്നാണ് അയാളുടെ പേര്. പിന്നെ നമ്മുടെ അച്ഛമ്മ ഉണ്ടായിരുന്നു. പക്ഷെ മഴ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, തൊരാതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സമയം മഴയൊന്നും അടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും നല്ലോണം മഴ പെയ്തു കേട്ടോ. പിന്നെ പാട്ടൊക്കെ കേട്ടോണ്ട് തന്നെ മഴ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ട്രാഫിക് ജാം, അത് കൊട്ടിയൂര് മുതൽ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക് ജാം ആയിരുന്നു. പിന്നെ അങ്ങനെ പോയപ്പോഴത്തേക്കും ട്രാഫിക് ജാം ഒക്കെ കുറഞ്ഞു വന്നു. പിന്നെ കുറച്ച് പോയപ്പോഴത്തേക്കും കാടുള്ള പ്രദേശത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇരുടും കാടും ഒക്കെ ആയിട്ട് നല്ലോണം പോയി. അപ്പോഴത്തേക്കും ഒരു മഴയും ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. കാറിലല്ലേ, പിന്നെ മഴയൊന്നും കൊള്ളില്ലല്ലോ. നല്ല AC ഒക്കെ ഇട്ട് സുഖമായിട്ട് പോവാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൊട്ടിയൂർ എത്തി. അപ്പൊ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളത്തിലോട്ടൊക്കെ നടക്കാൻ ഭയങ്കര രസമാണ്. അപ്പം മഴയൊക്കെ നനഞ്ഞ്, പിന്നെ ആരും കൊട്ടിയൂർ വരുമ്പോൾ ഒരിക്കലും കുട എടുക്കാൻ പാടില്ല. കാരണം മഴ നനഞ്ഞുകൊണ്ട് പോവാനാണ് അതിൻ്റെ ഒരു രസം. പിന്നെ നമ്മൾ മാലയും കമ്മലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഏതെടുത്താലും 20 എന്നുള്ളൊരു കടയിൽ കയറിയിട്ടും അമ്മയൊന്നും എന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഞാനും അമ്മയുള്ള അടി അതെപ്പോഴും ഉള്ളതാണ്. പിന്നെ അച്ഛമ്മ എനിക്ക് എന്തൊക്കെയാ വേണ്ടേ, എന്താ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരോ സാധനങ്ങൾ പെറുക്കി പോയി. അങ്ങനെ എല്ലാം വാങ്ങി. പിന്നെ നമ്മളിതേ ഇക്കരെ കൊട്ടിയൂരിലേക്ക് വന്നു കേട്ടോ. അവിടെ നിന്നാണ് നല്ല യഥാർത്ഥ മഴ എന്ന് പറയുന്നത്. നല്ല മഴയായിരുന്നു. പിന്നെ നട അടച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ അമ്പലം മുഴുവൻ ചുറ്റിയിട്ട് വന്നു. അപ്പോഴത്തേക്കും മഴയൊക്കെ പോയി. പിന്നെ ഒരു ചാറ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ആദ്യം തന്നെ നമ്മളുടെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ സൂപ്പ് തന്നു. പിന്നെ അച്ഛമ്മ ചൂടുവെള്ളത്തിനെ തണുപ്പിക്കാൻ നോക്കുകയാണ്. പിന്നെ മഴ നനഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അഴുക്കായതുകൊണ്ട് തന്നെ അച്ഛമ്മ അതൊക്കെ ഒന്ന് കളഞ്ഞ് ചൂടാക്കുകയാണ് ഡ്രസ്സ്. അപ്പോഴത്തേക്കും ചിക്കൻ സൂപ്പും അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് വന്നു. അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടി. അധികം വൈകാതെ തന്നെ ആയിരുന്നു ഭക്ഷണമൊക്കെ കിട്ടിയത്. പക്ഷെ ആദ്യം കിട്ടിയ ചിക്കൻ സൂപ്പ് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട്. അപ്പം ഇത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.